गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. വാരഫലം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വാരഫലം പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. കഴിഞ്ഞ വിഷുക്കാലത്തായിരുന്നു നമ്മളുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ നിങ്ങളുടെ സമക്ഷം അവതരിപ്പിച്ചത്. അതിനുശേഷം വളരെ നല്ല പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും കിട്ടിയത്. അത് തുടർന്നും ഉണ്ടാവണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കൂടുതൽ ആൾക്കാരെ നമ്മുടെ ചാനലിൻ്റെ വരിക്കാരാക്കുക. പുതിയ പുതിയ വിജ്ഞാനപ്രദങ്ങളായ ജ്യോതിഷ പരിപാടികൾ ചെയ്യാൻ അത് ഞങ്ങൾക്ക് വളരെ ഊർജം തരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് വാരഫലത്തിലേക്ക് കടക്കാം. 2025 ഏപ്രിൽ 13 മുതൽ 19 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട് മീനം 30 മുതൽ മേടം 6 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. നിസ്സാര കാര്യങ്ങൾക്ക് കോപിക്കാൻ സാധ്യതയുണ്ട്. അശന ശയന സുഖമുണ്ടാകും. അഗ്നി, ആയുധം എന്നിവയാൽ മുറിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭയം വർദ്ധിക്കും. സ്ഥാനഭ്രംശവും ബന്ധുക്കളെ കൊണ്ട് ദുഃഖവും ഉണ്ടാകും. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത്. വാക്കു പാലിക്കാൻ ഇടവരും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് സാധ്യത. അലച്ചിൽ, കാര്യതടസ്സം എന്നിവയുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചേക്കാം. സഞ്ചാര തടസ്സമുണ്ടാകും. രോഗത്തിന് ശമനം കിട്ടും. പണിയായുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ശത്രുനാശവും സന്തോഷവും ഉണ്ടാകും. കുടുംബസുഖവും വിദ്യാപുരോഗതിയും കാണുന്നു. അസൂയാലുക്കളുടെ ശത്രുത നേരിടേണ്ടതായി വരും. നിർഭയത്വവും മനസ്സന്തോഷവും ഉണ്ടാകും. കാര്യസിദ്ധിയും സൽകീർത്തിയും വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതിയും ശിവപ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി സൂര്യനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. പലവിധ സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. കർമ്മപുഷ്ടി ഉണ്ടാകും. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. ഭാഗ്യദോഷവും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ശത്രുനാശവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. യാത്രാക്ലേശവും ദുഃഖവും ഉണ്ടാകും. കലഹങ്ങൾക്കും അപമാനങ്ങൾക്കും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായ സൂര്യനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. കാര്യവിജയം, ആരോഗ്യം, സഞ്ചാര തടസ്സം എന്നിവ ഉണ്ടാകും. മനോദുഃഖവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യതടസ്സവും വാതരോഗങ്ങളും ഉണ്ടാകും. ധനസ്ഥിതി മെച്ചമാകും. സന്താന ഗുണം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യവും ധർമ്മപ്രവൃത്തികൾ താല്പര്യവും ഉണ്ടാകും. പിതൃതുല്യരായവർക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്ര, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ബുധനും ശുക്രനും ശനിയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ സൂര്യനും കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വിരഹവും അത്യധികമായ മനോദുഃഖവും ഉണ്ടാകും. ദ്രവ്യനഷ്ടത്തിനും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യത. സന്താന ഗുണം കുറയും. കാര്യവിജയം ഉണ്ടാകും. കർമ്മഗുണം കുറയും. കളത്രസുഖവും ആഭരണ ലാഭവും ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹത്തിനിടയുണ്ട്.
ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്ത കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, ശനി എന്നിവരും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭയം പലതരത്തിലും ഉണ്ടാകും. അപ്രതീക്ഷിത ഭാഗ്യമുണ്ടാകും. ധനലാഭം, ആരോഗ്യം എന്നിവയുണ്ടാകും. സ്വജനവിരോധവും ബന്ധുഫലത്തിനും സാധ്യതയുണ്ട്. ഭാഗ്യപുഷ്ടിയും സാമർഥ്യവും ഉണ്ടാകും. കളത്രസുഖം കുറയും. ദൂരയാത്രയും അലച്ചിലും വേണ്ടിവരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി സൂര്യനും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക ക്ലേശം വർദ്ധിക്കും. മൃഷ്ടാന്നലാഭം ഉണ്ടാകും. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. കാര്യവിജയമുണ്ടാകും. കർമ്മതടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്തെ കലഹങ്ങൾക്ക് സാധ്യത. ശത്രുക്കളുമായി രമ്യതയിലെത്തും. മനസ്സുഖം കുറയും. ദാമ്പത്യ സൗഖ്യം കുറയും. അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരത്തിന് ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി സൂര്യനും കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങൾ ശമിക്കും. കാര്യസാധ്യമുണ്ടാകും. ഭാഗ്യലാഭം ഉണ്ടാകും. കർമ്മതടസ്സം നേരിടും. ബന്ധുസമാഗമവും സന്തോഷവും ഉണ്ടാകും. ദുഷ്ചെലവിന് സാധ്യത കാണുന്നു. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും. ഭാര്യാപുത്രാദികളുമായി കലഹത്തിന് സാധ്യത. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. സന്താന ലാഭവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. മനപ്രയാസം വർദ്ധിക്കും. സന്താനഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതിയും ശാസ്താപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി സൂര്യനും ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സിന് അസ്വസ്ഥതകൾ വർദ്ധിക്കും. ഭാഗ്യസിദ്ധി ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. അനുഭവഗുണം വർദ്ധിക്കും. അമിത ചെലവുകൾ ഉണ്ടാകും. ധനലാഭവും യാത്രാഗുണവും ഉണ്ടാകും. ശത്രുശല്യം ഉണ്ടാകും. വ്രണാദി രോഗങ്ങൾക്കും മാനനഷ്ടത്തിനും സാധ്യതയുണ്ട്. വാഹന ശയനസുഖം ഉണ്ടാകും. കലഹപ്രവണത ഉടലെടുക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി രവിയും പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. അകാരണമായ ഭയമുണ്ടാകും. അധികാരികളുടെ പ്രീതി ലഭിക്കും. കാര്യതടസ്സം ഉണ്ടാകും. സഹോദരങ്ങളുമായി ശത്രുതയ്ക്ക് സാധ്യത. സജ്ജന സംസർഗം ഉണ്ടാകും. ഐശ്വര്യവും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. കാര്യപ്രാപ്തി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി സൂര്യനും സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. ആയുധം, അഗ്നി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ശരീരസുഖം കുറയും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. സാമ്പത്തികമായ ഉന്നമനം പ്രതീക്ഷിക്കാം. ബന്ധുഗുണം കുറയും. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. നേത്രരോഗത്തിനും വിദ്യാതടസ്സത്തിനും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധൻ, ശനി, ശുക്രൻ എന്നിവരും ജന്മത്തിലും ധനസ്ഥാനത്തുമായി സൂര്യനും സഹോദരസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. ധനനാശം ഉണ്ടാകും. വാഹനവും അഗ്നിയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പുത്രസുഖവും വൃഥാകലഹവും ഉണ്ടാകും. സംസാര നിമിത്തം ദുരനുഭവങ്ങൾക്ക് സാധ്യത. ഇഷ്ടജനങ്ങളുടെ വേർപാടുണ്ടാകാൻ സാധ്യതയുണ്ട്.
അനുഭവ ഗുണം വർദ്ധിക്കും. അന്യദേശയാത്ര വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.